29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിനാവലോകനം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. സിനിമയുടെ മറ്റൊരു ഉത്സവകാലത്തിന്റെ പരിസമാപ്തി. കഴിഞ്ഞ 7 ദിവസങ്ങളായി നഗരം നിറഞ്ഞുനിന്ന ലോക സിനിമയുടെ കാഴ്ചകൾക്കും സംസാരങ്ങൾക്കും ചർച്ചകൾക്കും ഒരാണ്ടത്തേക്ക് വിട. വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ സുവർണ ചകോരം ഉൾപ്പെടെ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും വിതരണവും നടക്കും. തുടർന്ന് സുവർണ ചകോരം നേടുന്ന സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്യും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അവസാന ദിനത്തിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് 11 സിനിമകളാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ്, മൂൺ, 18 സ്പ്രിങ്സ്, വെയിറ്റ് അണ്ടിൽ സ്പ്രിംഗ്, ബ്ലാക്ക് ഡോഗ്, ഗെറ്റ് ടു ഹെവൻ, ക്രോസിംഗ്, കിസ് വാഗൺ, കിൽ ദ ജോക്കി, ലൈറ്റ് ഫാൾസ്, മിസിരി കോർഡിയ എന്നീ സിനിമകൾ 5 തിയേറ്ററുകളിലായി ഇന്ന് പ്രദർശിപ്പിക്കും. ഈ 177 സിനിമകളിൽ വേൾഡ് സിനിമ വിഭാഗത്തിൽ അത്യാവശ്യം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലോകത്തിലുണ്ടായിട്ടുള്ള മികച്ച ചിത്രങ്ങളുടെ ഒരു നീണ്ട നിരയെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ വർഷത്തെ ചലച്ചിത്രമേളയുടെ പൊതുസ്വഭാവത്തെപ്പറ്റിയും നടത്തിപ്പിനെ പറ്റിയും കേരള ചലച്ചിത്ര അക്കാദമി ഫെസ്റ്റിവൽസ് പ്രോഗ്രാം മാനേജർ റിജോയ് ലോകത്തിലെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള സിനിമകളും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 15,000-ഓളം ആളുകളാണ് ഡെലിഗേറ്റ്സും സ്റ്റുഡൻസും ഒഫീഷ്യൽസും എല്ലാമായിട്ട് നമുക്ക് ഈ ഫെസ്റ്റിവലിൽ ഈ 8 ദിവസങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഫെസ്റ്റിവലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് പൊതുവിൽ സിനിമകളെ കുറിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് കാണാൻ വന്ന ആളുകളിൽ നിന്ന് വളരെ നല്ലൊരു അഭിപ്രായമാണ് കിട്ടുന്നത്. അടുത്ത വർഷത്തോടുകൂടി 30ാമത് IFFKയിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലുകളിലൊന്നായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രതിനിധികളുടെ സിനിമാ പാച്ചിലിന്റെ ദിവസമായിരുന്നു ഇന്നലെ. കാണാൻ പറ്റാതെ പോയതും മികച്ചവയെന്ന അഭിപ്രായം കിട്ടിയതുമായ സിനിമകൾക്കായി മണിക്കൂറുകളോളം വരുന്നവർ ഏറെയാണ്. മലയാള സിനിമകളായ പാൻ ഇന്ത്യൻ സ്റ്റോറി, സംഘർഷഘടന, ലോക സിനിമാ വിഭാഗത്തിലെ എ ഗേൾ വിത്ത് എ നീഡിൽ, മത്സര വിഭാഗത്തിലെ റിതം ഓഫ് ദ മം, മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, ലിൻഡ, നോറ തുടങ്ങിയ സിനിമകൾക്കൊക്കെ വലിയ തിരക്കാണ് ഇന്നലെയും അനുഭവപ്പെട്ടത്. ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിക്കപ്പെട്ട പാനൽ ചർച്ചയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഫെസ്റ്റിവൽ ഡയറക്ടർ ഗോൾഡ സെല്ലം മോഡറേറ്ററായി ഫീമെയിൽ വോയിസസ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ റീമ ദാസ്, അനസൂയ ഗുപ്ത, കനി കുസൃതി, ഫൗസിയ ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. കനി കുസൃതി And how can we not follow a trend or like a certain thing is a hit now, whether it's independent or commercial or anything, but can we have the guts to just be diverse as possible and be able to tell the stories, whether it's a male author portraying female characters, or that's why I'm saying no, it doesn't stick to me to just that. It's about the diversity as much as possible in storytelling. ഇത്തവണ ചലച്ചിത്രമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത മേള ഉയർത്തിപ്പിടിച്ച സ്ത്രീപക്ഷ നിലപാടുകളായിരുന്നു. 177 ചിത്രങ്ങളിൽ 52 സംവിധാനം ചെയ്തത് സ്ത്രീകളാണ്. ആൻ ഹുയി, പായൽ കപാഡിയ, ഗോൾഡ സെല്ലം, ആഗ്നസ് ഗുദാർ തുടങ്ങിയവരുടെ സാന്നിധ്യവും മേളയുടെ സ്ത്രീപക്ഷ നിലപാടുകളെ ഉയർത്തിക്കാട്ടി. സിനിമാ ലോകത്തെ സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗെയ്സ് എന്ന വിഭാഗം ഇത്തവണ മേളയുടെ പ്രത്യേകതയായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീ സംവിധായകരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രദ്ധേയമായ 7 ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മേളയിലെ സിനിമകളുടെ സ്ത്രീ സാന്നിധ്യത്തെപ്പറ്റി ആർട്ടിസ്റ്റ് കൂടിയായ ഡെലിഗേറ്റ് റൂത്ത്: സ്ത്രീപക്ഷ സിനിമകളും വുമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള ഒരുപാട് സിനിമകൾ ഇത്തവണ പ്രദർശനത്തിനുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഒത്തിരി വിമൻ ടെക്നീഷ്യൻസ് ഉണ്ട് സംവിധാനത്തിൽ, അല്ലാണ്ട് ടെക്നിക്കൽ ഏരിയസിലും ഒത്തിരി സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ടാണെങ്കിലും ഒത്തിരി സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട്. ഇത്തവണ കണ്ടതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പടമാണ് വിക്ടോറിയ എന്ന് പറഞ്ഞൊരു മൂവി, ശിവരഞ്ജിനി ഡയറക്റ്റ് ചെയ്തൊരു പടം. ഒത്തിരി പ്രീച്ചിങ് ഒന്നും ഇല്ലാണ്ട് സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സെറ്റിലായിട്ട് പറഞ്ഞു എന്നൊരു ഫിലിമാണ്. സിനിമാ വിദ്യാർത്ഥി അഞ്ജനയ്ക്കും സ്ത്രീപക്ഷ സിനിമകളെപ്പറ്റി ചിലത് പറയാനുണ്ട്. ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറച്ച് മൂവീസ്, പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ ഏറ്റവും നമ്മുടെ ഫെമിനിച്ചി ഫാത്തിമ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആണ്. അതുപോലെ വളരെ ലൗഡായിട്ട് പറയുന്നതിനേക്കാളും സറ്റിലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലാണ് കാണാൻ പറ്റിയത്. സിനിമയുടെ ആധികാരികത, സിനിമ എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് IFFK ഒരു വലിയൊരു ഘടകമാണ്. ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊരു ഇൻഫ്ലുവൻസ് കിട്ടിയത് എനിക്ക് ഈ IFFKയിൽ വന്ന ശേഷമാണ്. ഫിലിം മാർക്കറ്റിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പ്രത്യേക പ്രദർശനവേദി ഇത്തവണ ചലച്ചിത്രമേളയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു.
സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും തങ്ങളുടെ സൃഷ്ടികൾ നിശ്ചിത തുക നൽകി ഇവിടെ പ്രദർശിപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പ്രദർശിപ്പിച്ചത് കലാം 5B എന്ന സിനിമയാണ്. സിനിമയുടെ സംവിധായകൻ ടോം ജേക്കബ് ഹിന്ദിയിൽ മലയാളത്തിലൊക്കെ ചേർത്ത് കലാം സ്റ്റാൻഡേർഡ് 5B എന്ന ഒരു ചിത്രം പൂർത്തീകരിച്ച് പല രാജ്യങ്ങൾക്ക് അയച്ച് 10-20 രാജ്യങ്ങളുടെ അവാർഡും ഒക്കെ വാങ്ങിച്ചിട്ട് കേരളത്തിലെ കുട്ടികളെ കാണിക്കണമെന്നുള്ളൊരു അതിമോഹത്തോടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് IFFK എന്ന ഈ ഒരു വലിയ കാർണിവലിൻ്റെ നടുമധ്യത്തിൽ ഒരു 10-40 പേർക്കിരുന്ന് കാണാവുന്ന ഒരു ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിലെ കുട്ടികളെ കാണിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ 2 ദിവസമായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. എല്ലാ ദിവസവും 1 മണിക്ക് തുടങ്ങി 2:30 തീരും. 1.5 മണിക്കൂറാണ് എൻ്റെ ഡ്യൂറേഷൻ. ഇന്നലെ ഫിലിം മാർക്കറ്റിൽ പ്രദർശനം കാണാനെത്തിയത് കിൻഫ്ര ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. സെന്റർ ഡയറക്ടർ ഡോക്ടർ അനിൽ. ഞങ്ങളെ ഒരു 30 കുട്ടികളെ ഈ കലാം 5th സ്റ്റാൻഡേർഡ് എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വന്ന പ്രൊഡ്യൂസറായ ടോം സാർ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഏകദേശം 200 കുട്ടികളോളം ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള 30 സ്റ്റുഡൻസിനെ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒന്ന് കണ്ടിട്ട് പിന്നെ ടോം സാർ ഞങ്ങളുടെ DAC തന്നെ ഒരു റിവ്യൂ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവർക്കൊരു എക്സ്പോഷർ, ഞങ്ങൾ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സിനിമ കാണാൻ എത്തുന്നതിനോടൊപ്പം തന്നെ പ്രതിനിധികൾ ആവേശത്തോടെ പങ്കെടുക്കുന്ന പരിപാടിയാണ് മീറ്റ് ദ ഡയറക്ടർ. ഓരോ ദിവസവും പ്രദർശിപ്പിക്കുന്ന സിനിമകളിലെ അണിയറ പ്രവർത്തകരുമായി പ്രതിനിധികൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരമാണ് ഈ പരിപാടി ഒരുക്കുന്നത്. 7ാം ദിനം ടാഗോർ തിയേറ്ററിൽ നടന്ന മീറ്റ് ദ ഡയറക്ടർ പരിപാടിയിൽ സംവിധായകരായ ഫാസിൽ മുഹമ്മദ്, ജിതിൻ ഐസക് തോമസ്, ഈജിപ്ഷ്യൻ അഭിനേതാവായ അഹമ്മദ് കമൽ എന്നിവരാണ് പങ്കെടുത്തത്. It was really a good experience for me to be here in Kerala Festival. അഹമ്മദ് കമൽ I saw many good movies at the festival. I saw many huge audience. This is for me was a surprise to see thousands of audience watching movies, because movies without audience is nothing. ഇത്തവണ മീറ്റ് ദ ഡയറക്ടർ പരിപാടിയുടെ മോഡറേറ്റർ ചലച്ചിത്രമേളയുടെ ആദ്യ ഡയറക്ടർ കൂടിയായ മീര സാഹിബായിരുന്നു. ഇത്തവണ മറ്റുള്ള വർഷങ്ങളേക്കാൾ കൂടുതൽ ഗസ്റ്റുകളെ ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കാൻ കഴിയും. മീര സാഹിബ് 37 പേര് ഇവിടെ വന്ന് പങ്കെടുത്തു. അവരൊക്കെ തന്നെ ഇൻട്രാക്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒരു സന്നദ്ധത കാണിച്ച ആൾക്കാരാണ്. ഡെലിഗേറ്റ്സിന് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് അവരുടെ സിനിമ അനുഭവവും അവരുടെ ചരിത്രവും ഒക്കെ പറഞ്ഞ് അവരുടെ രാജ്യത്തെ സിനിമ മേക്കിംഗ് എക്സ്പീരിയൻസും പറയാനായിട്ട് സാധിച്ചു. പ്രേക്ഷകർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സെഷനുകളുടെ പങ്കെടുത്തത്. 15,000-ഓളം പ്രേക്ഷകരാണ് കേരളത്തിനകത്തും പുറത്തും നിന്ന് ഒരാഴ്ചക്കാലം നീണ്ട ഈ ചലച്ചിത്രോത്സവത്തിൽ സിനിമ കാണാനെത്തിയത്. ഇവർക്ക് മികച്ച സിനിമാ കാഴ്ചകൾ ഒരുക്കിയത് നഗരത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള 4 തിയേറ്ററുകളും 2 മറ്റു വേദികളും ഉൾപ്പെടെ 14 ഇടങ്ങളിലാണ്. സ്വകാര്യ സിനിമാ തിയേറ്ററുകൾ ഒരാഴ്ചക്കാലം മറ്റു പ്രദർശനങ്ങൾ മാറ്റിവെച്ചാണ് ഫെസ്റ്റിവൽ സിനിമകൾക്കായി സ്ക്രീൻ ഒരുക്കിയത്. ഏരീസ് പ്ലക്സിലെയും ന്യൂ തിയേറ്ററിലെയും 3 സ്ക്രീനുകൾ വീതവും അജന്ത, ശ്രീപത്മനാഭ തിയേറ്ററുകളുമാണ് പ്രദർശനവേദിയായിരുന്ന സ്വകാര്യ തിയേറ്ററുകൾ. കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി ഇവർ ചലച്ചിത്രോത്സവത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. മികച്ച തിയേറ്ററിന് സമാപന ദിവസം അവാർഡ് നൽകാറുണ്ട്. ശ്രീപത്മനാഭ തിയേറ്റർ IFFK ആയിട്ട് സഹകരിച്ച് തുടങ്ങുന്നത് 2010-ലാണ്. ശ്രീപത്മനാഭ തിയേറ്റർ മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് ചന്ദ്രൻ. 14 വർഷം കഴിഞ്ഞു. ഗംഭീരമായിട്ട് തന്നെ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ ഇടയിൽ പുതിയൊരു തിയേറ്ററിൻ്റെ ഒരു സ്റ്റേറ്റസ് കുറച്ചുകൂടെ നന്നായിട്ട് എലിവേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വരുന്ന ഡെലിഗേറ്റ്സും ആ രീതിയിലുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ഷോൾഡേഴ്സിലുള്ള റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് IFFKയുടെ സമയത്ത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് കാണാതെ ഞാനും എൻ്റെ ടീമും വളരെയധികം അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇൻവോൾവ് ആണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പ്രതിനിധികൾ പരസ്പരം സിനിമ സലാം ചൊല്ലിപ്പിരിയും. വരും വർഷം ഡിസംബർ മാസത്തിലെ 2ാം ശനിക്ക് മുൻപുള്ള വെള്ളിയാഴ്ച വീണ്ടും സിനിമകൾക്കൊപ്പം കണ്ടുമുട്ടാമെന്ന് പരസ്പരം ആശംസിച്ചുകൊണ്ട്. നിങ്ങൾ കേട്ടത് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിനാവലോകനം.